സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അങ്ങനെ AICC പ്രസിഡന്റ് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, കേരളത്തിലെ മുഖ്യമന്ത്രി വേഷം കെട്ടിയ കുറെ നേതാക്കന്മാരോടും പ്രവർത്തകരോടും ഒക്കെ പറയുന്നിരിക്കുകയാണ്, ആദ്യം നിങ്ങൾ വിജയിച്ചു വരൂ. ആരെയും മുഖ്യമന്ത്രിയായിട്ട് പരിഗണിച്ചിട്ടില്ല ഇതുവരെ. മുഖ്യമന്ത്രി വരെ ഇന്നാറെ കൊടുക്കാന്ന് ആർക്കും വാഗ്ദാനവും ചെയ്തിട്ടില്ല. കഠിനമായി പരിശ്രമിച്ച് പാർട്ടിയെ അധികാരത്തിലെത്തിക്കൂ, അല്ലെങ്കിൽ മുന്നണിയെ UDFനെ അധികാരത്തിലെത്തിക്കൂ എന്നാണ് കോൺഗ്രസ്സുകാർക്ക് പറയുന്നത്. കോൺഗ്രസ്സുകാരിൽ കുറേ ആൾക്കാർ കുപ്പായം തുന്നി വെച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. എനിക്ക് മുഖ്യമന്ത്രിയാണ്, എനിക്ക് മുഖ്യമന്ത്രി. അങ്ങനെ ഒരുത്തനും മുഖ്യമന്ത്രിയാകാനുള്ള ഓഫറുകൾ ആരും കൊടുക്കരുത്. കാരണം ഇവരെല്ലാം ഒരു സൈസ് സ്വപ്ന ജീവികളാണ്. ഇപ്പൊ കേരളത്തിൽ ആകെ 140 സീറ്റാണുള്ളത്. ഈ 140 സീറ്റിൽ കഴിഞ്ഞും വീണ്ടും കോൺഗ്രസിന്റെ കുറെ നേതാക്കന്മാരുണ്ട് നിൽക്കാൻ വേണ്ടി. അപ്പൊ ഈ 140 സീറ്റ് കേരളത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകരോടും പറയാനുള്ള, ഒരു മനുഷ്യരോടും പ്രത്യേകമായി ഇന്നാര് മുഖ്യമന്ത്രിയാവണമെന്ന് പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവനങ്ങ് പൊങ്ങും. പിന്നെ അവന് ഈ പരിശ്രമിക്കാനാ, നിങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെല്ലാനാ ഒന്നും ഉള്ളതില്ല. തലക്കനം ഉണ്ടാവും. അങ്ങനെ തലക്കനം ഉണ്ടാവുന്നവന്മാരിവിടെ ഉണ്ട്. രമേശ് ചെന്നിത്തലയായിരുന്നാലും ശരി, VD സതീശനായിരുന്നാലും ഇപ്പൊ അവരാണ് കുപ്പായം വെച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കും വാഗ്ദാനം കൊടുക്കരുത്. അവര് ഉള്ള മോഹങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കണം. കാരണം നിങ്ങളൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യവും ഇലക്ഷൻ ചെയ്യുന്നത്. അതിനു മുമ്പും അങ്ങനെ തന്നെ നിങ്ങളൊക്കെ തോറ്റില്ലേ? അപ്പൊ തോപ്പിക്കും ജനങ്ങൾ. നിങ്ങൾ നല്ലവരല്ലെങ്കിൽ. നിങ്ങൾ അവനവന്റെ കാര്യം മാത്രമല്ല നോക്കേണ്ടത്, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുക, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പടവെട്ടാൻ ഇറങ്ങുക. അല്ലാതെ നിങ്ങളൊന്നും സൗരയൂഥത്തിൽ പോയതുപോലെ ആകാശത്ത് കയറി ഇരുന്നിട്ട് ഇതെല്ലാം പ്രജകളാണെന്നുള്ള രീതിയിൽ വോട്ട് തരണമെന്ന് പറഞ്ഞാൽ ആരും വോട്ട് ചെയ്യില്ല, ആരും ജയിക്കാനില്ല. കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന ബുദ്ധി ഇത്തിരി കൂടുതലാണ് അദ്ദേഹത്തിന്. അദ്ദേഹം ഇലക്ഷൻ സമയമാകുമ്പോഴത്തേക്ക് ജനങ്ങൾക്ക് ക്ഷേമ പെൻഷനും റേഷനും കിറ്റും അതും ഇതും ഒക്കെ കൊടുത്ത് ജനങ്ങളെ പാട്ടിലാക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും നാളില്ലാത്ത കിറ്റുകളും ശമ്പള കുടിശ്ശി ഇതൊക്കെ കൊടുക്കും. പക്ഷെ എന്നാലും ശരി, കൊടുക്കുന്നത് നല്ലതാണ്. ജനങ്ങൾക്ക് എന്ത് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷെ അതിന് കൈക്കൂലി ആവരുത്. അത് സ്ഥിരമായിട്ട് ആ സ്നേഹവും അവരോടുള്ള ആത്മാർത്ഥതയും എപ്പോഴും ഉണ്ടാവണം. എന്തായാലും ശരി, UDF വരുമ്പോൾ അതിൽ കൂടുതലായിട്ട് കൊടുക്കും, കുഴപ്പമില്ല. പക്ഷേ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാണ്, കേരളത്തിൽ ആകെ 140 സീറ്റേ ഉള്ളൂ. കോൺഗ്രസ്സുകാർ സ്ഥാനാർത്ഥികളാകാൻ 280 പേരുണ്ട്. അതും കുറവാണ്. 280 എന്ന് പറയുന്നത് അതിലും കൂടുതലേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും നിൽക്കാനും എല്ലാവർക്കും ജയിക്കാനും ഒക്കില്ല. അപ്പൊ ഇത് ഒരു ജനാധിപത്യ പ്രക്രിയയാണ്. ഈ സമ്മതിദാന അവകാശം വിനിയോഗിച്ച്